വൈദ്യുതി മന്ത്രി അഡ്വക്കേറ്റ് സണ്ണി ജോസഫിനെതിരായ ബന്ധു നിയമനാരോപണം തള്ളി പാർട്ടി. ബെന്നി തോമസിനെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചത് കോൺഗ്രസ് നേതാവ് എന്ന പരിഗണനയിൽ. DCC ജനറൽ സെക്രട്ടറിയും സേവാദൾ ചെയർമാനും 2 വട്ടം പഞ്ചായത്ത് പ്രസിഡന്റുമായ ബെന്നി തോമസ് മുഴുവൻ സമയ പാർട്ടി പ്രവർത്തകനാണ്. വൈദ്യുതി മന്ത്രി അഡ്വക്കേറ്റ് സണ്ണി ജോസഫിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി ഉളിക്കൽ സ്വദേശി ബെന്നി തോമസിനെ നിയമിച്ചതുമായി ബന്ധപ്പെട്ടാണ് ബന്ധു നിയമന ആരോപണം ഉയർന്നത്. മന്ത്രി സണ്ണി ജോസഫിന്റെ സഹോദരി ഭർത്താവാണ് ബെന്നി തോമസ്. അതിലുപരി കോൺഗ്രസിന്റെ പേരാവൂർ മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് കൂടിയാണ് ബെന്നി. നിലവിൽ DCC ജനറൽ സെക്രട്ടറിയുമാണ്. മുഴുവൻ സമയ കോൺഗ്രസ് പ്രവർത്തകനായ ബെന്നിയുടെ നിയമനത്തെ ബന്ധു നിയമനമെന്ന ഗണത്തിൽ എങ്ങനെ പെടുത്തുമെന്നാണ് കോൺഗ്രസിന്റെ ചോദ്യം. മന്ത്രിയുടെ ബന്ധുവായതുകൊണ്ടല്ല ഈ നിയമനം. പാർട്ടി കൂടി അംഗീകരിച്ചാണ് നിയമനം നൽകിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പേരാവൂർ മണ്ഡലത്തിന്റെ പ്രധാന ചുമതലയും ബെന്നി തോമസാണ് വഹിച്ചിരുന്നത്. യൂത്ത് കോൺഗ്രസ് നേതാവായി തുടങ്ങി സേവാദൾ ജില്ലാ ചെയർമാൻ, DCC ജനറൽ സെക്രട്ടറി, 2 വട്ടം ഉളിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങൾ വഹിച്ചയാൾ വെറും ബന്ധു മാത്രമാകുന്നത് എങ്ങനെ എന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് VP അബ്ദുൾ റഷീദും ചോദിച്ചു. കണ്ണൂരിലെ ഏറ്റവും ജനകീയനായ നേതാവാണ് ബെന്നി തോമസ് എന്നും അബ്ദുൾ റഷീദ് ഫേസ്ബുക്കിൽ കുറിച്ചു. കണ്ണൂരിലെ മലയോര കുടിയേറ്റ മേഖലയിൽ കോൺഗ്രസ് പാർട്ടിയെ നയിക്കുന്ന മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനായ ബെന്നിയെ മന്ത്രി സണ്ണി ജോസഫിന്റെ അളിയനായി മാത്രം ചുരുക്കുന്ന മാധ്യമങ്ങൾ ഇക്കാര്യങ്ങൾ കൂടി പറയാൻ തയ്യാറാകണമെന്നും അബ്ദുൾ റഷീദ് ഫേസ്ബുക്കിൽ കുറിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.